In the discrete random variable case, we have seen the joint distributions of two random variables, two or more random variables. The situation is similar here. Definitions എല്ലാം almost in the same line ആണ് വരിക. ആകെയുള്ള ഡിഫറൻസ് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പ്രോബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഒരു പോയിന്റിലെ പ്രോബിലിറ്റി അഗെയിൻ 0 ആയിരിക്കും. ഒരു ഇൻ്റർവെല്ലിലെ പ്രോബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ the situation is similar. As I said, ഒരു എക്സ്പെരിമെൻറ്റിന് ഒരു സാമ്പിൾ സ്പേസ് ഉണ്ട്, എസ് എന്നൊരു സാമ്പിൾ സ്പേസ് ഉണ്ട്. ഇതിൽ സാമ്പിൾ സ്പേസിൽ ഇൻഫിനിറ്റ്ലി മെനി എലമെൻറ്റ്സ് ഉണ്ടാവും, അൺകൗണ്ടബിളി മെനി എലമെൻറ്റ്സ് ഉണ്ടാവും. ഇതിൽ നമുക്ക് രണ്ട് റാൻഡം വേരിയബിൾസ് ഡിഫൈൻഡ് ആണ്. എക്സ് എന്നൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഡിഫൈൻഡ് ആണ്. സെയിം ടൈം വൈ എന്നൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ കൂടെ എന്തിനും ഡിഫൈൻഡ് ആണ്, ഈ എക്സിൽ ഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് റാൻഡം വേരിയബിൾസ് വരുവാണെങ്കിൽ നമുക്കറിയാം എക്സ് എടുക്കുന്ന വാല്യൂ സ്മോൾ എക്സ് എടുക്കുമ്പോൾ അറ്റ് ദ സെയിം ടൈം അതേ സമയത്ത് വൈ എന്താവും, ഒരു സ്മോൾ വൈ എന്ന് പറഞ്ഞ വാല്യൂ എടുക്കാം. എക്സിൻ്റെ വാല്യൂ എക്സ് ആവുന്ന സമയത്ത് വൈയുടെ വാല്യൂ എന്ത് വേണമെങ്കിലും ആവാം. വൈയുടെ വാല്യൂ സ്മോൾ വൈ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള വെൻ ഐ സേ ദിസ് മീൻസ് ദാറ്റ് സാമ്പിൾ സ്പേസിലെ കുറേ എലമെൻസിൻ്റെ ഇമേജ് എക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇമേജിൻ്റെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ എക്സ് ആയിട്ടുണ്ടാവും, വൈ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ വൈ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഈവൻസ് കുറേ എലമെൻസിനെ നമ്മൾ ഇ എന്ന് വിളിക്കാമെന്ന് വിചാരിക്കും. സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള ഇയിലെ ഓരോ എലമെൻറ്റിൻ്റെയും എക്സ് വാല്യൂ വരുന്നത് സ്മോൾ എക്സ് ആണ്. അതേപോലെ ഇയിലെ എലമെൻസിൻ്റെ ഒക്കെ വൈ വാല്യൂ സ്മോൾ വൈ ആണ് വരുന്നതെങ്കിൽ ഈ ഇയുടെ പ്രോബബിലിറ്റിയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് ആണ് നമ്മൾ സാധാരണ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ കേസിൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനെയാണ്. ഓക്കെ, ഇവിടെയും സിമിലർ മീനിങ്ങിലാണ്, പക്ഷേ ഇവിടുത്തെ പ്രോബബിലിറ്റി അല്ല, കാരണം ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ പ്രോബിലിറ്റി. അപ്പോൾ ഇവിടെ ഒരു കളക്ഷൻ ഓഫ് വാല്യൂസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പെർട്ടിക്കുലർ പോയിന്റിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് അഗെയിൻ 0 ആയിരിക്കും. പക്ഷേ ഒരു കളക്ഷൻ ഓഫ് വാല്യൂസ് ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി, ഒരു ഇന്റർവൽ ഓഫ് വാല്യൂസ് ഉണ്ടെങ്കിൽ പ്രോബിലിറ്റി നോൺ സീറോ വരുള്ളൂ, ബിക്കോസ് കണ്ടിന്യൂസ് കേസ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഒരു സിംഗിൾ ഇതിന്റെ പ്രോബിലിറ്റി 0 ആണെന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, now ഇവിടെ as I said the probability function is taken as f of xy. എഫ് ഓഫ് എക്സ് വൈയിലെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് എടുക്കുന്ന വാല്യൂവും സെക്കൻഡ് വാല്യൂബിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ വൈ എടുക്കുന്ന വാല്യൂ ആണ്. ഓക്കെ, സോ ഇറ്റ് ഗിവ്സ് ദി പ്രോബബിലിറ്റി ഓഫ് ദി ഒക്യുറൻസ് ഓഫ് എക്സ് ആസ് വെൽ as വൈ വാല്യൂസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഉള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതുന്നത്. ഓക്കെ, പക്ഷേ നമുക്കിത് ഡിഫൈൻ ചെയ്യണം എന്ത് വേണം, കണ്ടിന്യൂസ് ആണ് കേസ്, അതുകൊണ്ട് ഒരു സിംഗിൾ പോയിന്റിലെ പ്രോബിലിറ്റി എപ്പോഴും 0 ആയിരിക്കും എന്നുള്ളതാണ്. നമുക്കൊരു ഇന്റർവെല്ലൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു റീജിയനിലാണ് നമ്മൾ എന്ത് പറയാം, പ്രോബിലിറ്റി പറയാം. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി പറയണമെങ്കിൽ നമുക്കറിയാം എഫ് ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ്, അങ്ങനെ ഉള്ള ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ അതൊരു ഇൻ്റർവെലിൻ്റെ പ്രോബിലിറ്റിയാണ് നമ്മൾ എന്തായിട്ട് എഫിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹിയർ ഓൾസോ ഇറ്റ് ഇസ് ഇൻ ദ സെയിം ലൈൻ. കണ്ടിന്യൂസ് കേസ് ആയതുകൊണ്ട് നമ്മൾ ഇൻ്റർവെൽ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോബിലിറ്റി പറയാം. ഓക്കെ, ഫോർ എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് എഴുതുമ്പോൾ ഈ എക്സ് എടുക്കുന്ന വാല്യൂ ഒരു റിയൽ നമ്പർ ആയിരിക്കും, വൈ എടുക്കുന്ന വാല്യൂ ഒരു റിയൽ നമ്പർ ആയിരിക്കും. സോ ഈ എക്സ് കോമ വൈ എടുക്കുന്ന വാല്യൂ എന്തായിരിക്കും, 2,3 അല്ലെങ്കിൽ 5,4 അങ്ങനെയുള്ള വാല്യൂസ് ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ദിസ് എക്സ് വൈ ഈസ് കമ്മിങ് ഫ്രം ആർ ക്രോസ് ആർ. R2 ഒരു സബ്സെറ്റ് ആയിരിക്കും എന്തായിട്ട് വരിക, ഈ 2,3 3,5 അങ്ങനെയുള്ള വാല്യൂസ് ആയിട്ട് വരിക. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ എക്സ് കോമ വൈ വിൽ ബി റണ്ണിങ് ഓവർ എ സെറ്റ് ക്യാപിറ്റൽ എ സബ്സെറ്റ് ഓഫ് R2. കാരണം രണ്ട് വേരിയബിൾ ഉണ്ടല്ലോ, എക്സും വൈയും ഉണ്ട്, അതുകൊണ്ട് R2ന്റെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലെയിനിലെ ഫിഗേഴ്സ് ആയിരിക്കും. R2ന്റെ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിനിലെ ഒബ്ജക്ട്സ് ആയിരിക്കും. പ്ലെയിനിലെ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഷെയ്ഡഡ് റീജിയൻസ് അങ്ങനെയുള്ളതായിരിക്കും. ഓക്കെ, നോർമലി ഫോർ എക്സാമ്പിൾ നമുക്ക് എ നമുക്ക് സി ക്രോസ് ഡി എന്ന് എടുക്കാം. കാരണം എ എന്ന് പറയുന്നത് എക്സ് എടുക്കുന്ന വാല്യൂ C2 ഈ ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞൊരു ഇൻ്റർവെല്ലും വൈ എടുക്കുന്ന വാല്യൂ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞൊരു ഇൻ്റർവെല്ലും ആണെങ്കിൽ ഇതിൻ്റെ എഫ് ഓഫ് എക്സ് വൈ എടുക്കുന്ന വാല്യൂവിൽ എഫ് ഓഫ് എക്സ് വൈയിൽ എക്സ് വൈ എടുക്കുന്ന വാല്യൂസ് എവിടെയായിരിക്കും, ഈ റെക്റ്റാങ്കിൾ ആയിരിക്കും. കാരണം ഈ ഇൻ്റർവെൽ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ റീജിയനിൽ വരും. അതേപോലെ ഡി എന്ന് പറയുന്നത് ഈ റീജിയന് കറസ്പോണ്ടിങ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഇൻ്റർവെൽ ആയിട്ടാണ് എന്ത് വരിക, ഈ എഫ് ഓഫ് എക്സ് വൈയുടെ ഡൊമെയിൻ വരിക. Interval of the form C cross D. We will define it properly. Let x and y are continuous random variables. A joint probability density function f of xy of these two variables is a function. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് റാൻഡം വേരിയബിൾസിൻ്റെ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ആണ്, വിച്ച് സാറ്റിസ്ഫൈ ടു കണ്ടീഷൻസ്. സാധാരണ നമ്മൾ
ഡിസ്ക്രീറ്റ് കേസിലും പറയാറുണ്ട് എഫ് ഓഫ് എക്സ് വൈ എപ്പോഴും എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ടോട്ടൽ പ്രോബിലിറ്റി എന്തായിരിക്കണം 1 ആയിരിക്കണം. എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ അല്ലെങ്കിൽ ഡി വൈ ഡി എക്സ് ഈക്വൽ ടു 1 ആയിരിക്കണം ഓവർ ദ ഹോൾ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഓക്കെ, ടോട്ടൽ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ എടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ -∞ ടു ഇൻഫിനിറ്റി എക്സും വൈയും റൺ ചെയ്ത് കഴിഞ്ഞാൽ ദ ഇന്റഗ്രൽ ഓഫ് ഡബിൾ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഷുഡ് ബി ഈക്വൽ ടു 1 ആയിരിക്കണം. കാരണം നമ്മുടെ ടോട്ടൽ ഡൊമൈൻ എന്ന് പറയുന്നത് R2 ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എ സെറ്റ് ക്യാപിറ്റൽ എ, പ്രോബബിലിറ്റി ഓഫ് എക്സ് കോമ വൈ ബിലോങ്സ് ടു എ എന്ന് പറയാൻ കാരണം എക്സ് കോമ വൈ ആസ് ഐ സെഡ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് R2. എക്സ് കോമ വൈ ടേക്സ് വാല്യൂസ് ഫ്രം R2. അപ്പോൾ R2വിൻ്റെ ഒരു സബ്സെറ്റ് എ എടുക്കുക, R2വിൻ്റെ ഒരു സബ്സെറ്റ് എ എടുക്കുക. അപ്പോൾ ആ എയിൽ എക്സ് കോമ വൈ കിടക്കാനുള്ള പ്രോബബിലിറ്റി. സോ ദിസ് എ വിൽ ബി കണ്ടെയ്നിങ് മിനിമം ആൻഡ് ഇൻ്റർവെൽ. ഓക്കെ, ഇൻ്റർവെല്ലിൽ മാത്രമാണെങ്കിലേ നമുക്ക് പ്രോബിലിറ്റി നോൺ സീറോ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കണം, അതെന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഓവർ എ. നമ്മൾ സിംഗിൾ ആണ് എടുക്കുന്നത്, ഇങ്ങനെയാണ് പറയാമെന്ന് പറഞ്ഞു. പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി ഉള്ളുവെങ്കിൽ ഒരു വേരിയബിളേ ഉള്ളൂ, എക്സ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ പറയാറ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നല്ലേ പറയാറ്. അപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ എക്സും വൈയും റൺ ചെയ്യുന്നത് ഒരു R2വിൻ്റെ സബ്സെറ്റ് ആയിരിക്കും, അതിനെ നമുക്ക് എ എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ പ്രോബിലിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ ആവും. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ രണ്ട് കോർഡിനേറ്റ്സ് ഉള്ള ഇൻ്റഗ്രൽ ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി എ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ ആയിരിക്കും, അതായത് ഒരു ഡബിൾ ഇൻ്റഗ്രൽ ആണ് വരിക ഓവർ ദ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിലാണ് എക്സും വൈയും റൺ ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ ദ പ്രോബിലിറ്റി ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ്. ഈ മൂന്ന് പ്രോപ്പർട്ടിയുമാണ്. എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം, ടോട്ടൽ എഫ് ഓഫ് എക്സ് വൈയുടെ ഇൻ്റഗ്രൽ ടോട്ടൽ പ്രോബിലിറ്റി ഈക്വൽ ടു 1 ആയിരിക്കണം, ആൻഡ് പ്രോബിലിറ്റി ഓഫ് എ സെറ്റ് എക്സ് കോമ വൈ ബിലോങ്ങിങ് ടു എ സെറ്റ് ഷുഡ് ബി ഗിവൺ ബൈ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വൺ വേരിയബിൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൻ്റെ ഡെഫിനിഷൻ നോക്കുക. എക്സാക്ട്ലി ഇൻ ദ സെയിം വേ ആണ് ഡിഫൈൻ ചെയ്തത്. അവിടെ എക്സ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആകുമ്പോൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഓവർ എ ടു ബി ഷുഡ് ബി ഈക്വൽ ടു ദിസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിന് പകരം നമുക്ക് എ ടു ബി എന്നൊന്നും ഇവിടെ പറയാൻ പറ്റില്ല, കാരണം എ എന്ന് പറയുന്ന സെറ്റ് ഒരു ഇങ്ങനെയുള്ള എക്സിൻ്റെ വാല്യൂസ് എ തൊട്ട് ബി വരെ വരണമെന്നൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി സം ഷേപ്പ് ലൈക്ക് ദിസ്, ഇങ്ങനെയുള്ള ഷേപ്പ് ഒക്കെ ആവാം, നോ പ്രോബ്ലം. സോ എ ഇസ് ജസ്റ്റ് എ സബ്സെറ്റ് ഓഫ് R2 എന്നേ പറയാൻ പറ്റും, അതുകൊണ്ടാണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻ പെർട്ടിക്കുലർ റെക്ടാങ്കിൾ ആവുന്ന കേസാണ് പെർട്ടിക്കുലർ കേസായിട്ട് വരുന്നത്. അതായത് എക്സിൻ്റെ വാല്യൂ എ തൊട്ട് ബി വരെയാണ് റൺ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, വൈയുടെ വാല്യൂ സി തൊട്ട് ഡി വരെയാണ് റൺ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ദറ്റ് മീൻസ് യുവർ x value, this is representing the x value axis and this is representing the y value axis. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എ തൊട്ടിട്ട് ബി വരെയാണ് വരുന്നതെന്ന് വിചാരിക്കുക, അതേപോലെ വൈയുടെ വാല്യൂ സി തൊട്ടിട്ട് ഡി വരെയാണ് വരുന്നതെങ്കിൽ എക്സ് വൈയുടെ വാല്യൂ തൊട്ടിട്ട് ഏത് വരെ വരും, ഇങ്ങനെയാണല്ലോ വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. വൈയുടെ വാല്യൂ സി തൊട്ട് ഡി വരെയാണ് വരുന്നതെങ്കിൽ എക്സ് കോമ വൈയുടെ വാല്യൂ എവിടെ കിടക്കും, എക്സ് കോമ വൈ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയാൻ പറ്റില്ല, കാരണം പേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഈ എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ ലൈൻ്റെയും എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ലൈൻ്റെയും ഇടയ്ക്കാണ് കിടക്കുന്നത്. അതേപോലെ വൈയുടെ വാല്യൂ വൈ ഈക്വൽ ടു സി എന്ന് പറയുന്ന ലൈൻ്റെയും വൈ ഈക്വൽ ടു ഡി എന്ന് പറയുന്ന ലൈൻ്റെയും ഇടയ്ക്കാണ് കിടക്കുന്നതെങ്കിൽ എക്സ് കോമ വൈ വിൽ ബി റണ്ണിങ് ഓവർ എ സെറ്റ് ക്യാപിറ്റൽ എ വിച്ച് ഇസ് എ റെക്ടാങ്കിൾ ഒബ്റ്റൈൻഡ് ബൈ ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് ടു. കാരണം ഇത് രണ്ടും ശരിയാവുന്ന പോയിന്റ് ആയിരിക്കണം അല്ലേ. പ്രോബിലിറ്റി ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് ആയിരിക്കണം, അതേ സമയത്ത് എന്തായിരിക്കണം വൈ ഈക്വൽ ടു വൈ ആയിരിക്കണം, രണ്ടും കൂടെ സംഭവിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ടിൻ്റെയും ഈ രണ്ട് റീജിയനും ഈ റീജിയൻ ഓരോ സ്ട്രിപ്പാണ് തരുന്നത്, ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും, ഒരു റെക്ടാങ്കിൾ ആയിരിക്കും. അപ്പോൾ ആ റെക്ടാങ്കുലർ റീജിയനെയാണ് എ ആയിട്ട് എടുക്കേണ്ടത് ഈ കേസിൽ. ഓക്കെ, ജനറലി ഇങ്ങനെ ആയിക്കോളുന്നില്ല, റെക്ടാങ്കിൾ ആയിക്കോളുന്നില്ല, ഇറ്റ് ക്യാൻ ബി എ ഷേപ്പ് ലൈക്ക് ദിസ്. ഓക്കെ, ജസ്റ്റ് എ ഷുഡ് ബി എ സബ്സെറ്റ് ഓഫ് R2 എന്നേ പറയുന്നുള്ളൂ. ഇറ്റ് ക്യാൻ ബി വെരി വെൽ നോൺ റെക്ടാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇത് റെക്ടാങ്കുലർ ആണ് വരുന്നതെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് കോമ വൈ ബിലോങ്സ് ടു എ എന്ന് പറയുന്ന എ ഒരു റെക്ടാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ എക്സ് വാല്യൂ ഒരു കോൺസ്റ്റന്റ് വാല്യൂ തൊട്ട് ഒരു കോൺസ്റ്റന്റ് വാല്യൂ വരെയും വൈ വാല്യൂ സി തൊട്ട് ഡി വരെയായിരിക്കും. അതായത് രണ്ട് കോൺസ്റ്റൻസിൻ്റെ ഇടയ്ക്കായിരിക്കും അതിൻ്റെ വാല്യൂസ് കിടക്കുക, എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കിടക്കുക. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി സി ലെസ് ദാൻ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഈക്വൽ ടു ഡി എന്ന് പറയുന്ന ഇൻ്റഗ്രൽ എ ടു ബി ഇൻ്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് ആയിരിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ വി ഡിഫൈൻ ദി ജോയിൻറ്റ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആവണമെങ്കിൽ കണ്ടീഷൻസ് ഒന്ന് എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം, രണ്ടാമത്തെ ടോട്ടൽ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് വൈ
അതായത് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ടോട്ടൽ R2, അതായത് മൈനസ് ഇൻഫിനിറ്റി തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ 2 ലിമിറ്റ് കൊടുക്കുക. dx dy എന്ന് പറയുന്ന ഡബിൾ ഇൻറ്റഗ്രലിൻ്റെ ടോട്ടൽ വാല്യൂ 1 ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ദിസ് എക്സ് കോമ വൈ ബിലോങ്ങിങ് ടു ക്യാപിറ്റൽ എ. എക്സ് കോമ വൈ ക്യാപിറ്റൽ എയിൽ ഉണ്ടാവാനുള്ള ആ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച്, ഈ PDF ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റണം. അതായത് എഫ് ഓഫ് എക്സ് കോമ വൈ dx dy ഓവർ ക്യാപിറ്റൽ സെറ്റ് ക്യാപിറ്റൽ എ ആയിരിക്കണം. ഓക്കെ, so this is how f of x y is identified as a probability density function of capital X and capital Y. Okay, ഇത് രണ്ട് ജനറൽ പ്രോപ്പർട്ടീസ് ആണ്. ഇത് തരുന്നത് ആ എഫ് ഓഫ് എക്സ് വൈയും എക്സ് വൈ ബിലോങ്സ് ടു എയും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കണം എന്നാണ് തരുന്നത്. പ്രോബബിലിറ്റിയും എഫും തമ്മിലുള്ള കണക്ഷൻ ഇങ്ങനെയായിരിക്കണം വരുന്നതെന്നാണ് ഈ കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, so let us see an example. A bank operates both a drive-up facility and a walk-up window. On a randomly selected day, let x is equal to proportion of time that the drive-up facility is in use, that is at least one customer is being served or waiting to be served, and y എന്ന് പറയുന്നത് the proportion of time that the walk-up window is in use. Okay, then the set of probability values for x comma y is the rectangle d is equal to x comma y, where x is between 0 and 1, y is between 0 and 1. അതായത് ഒരു ബാങ്കിന് രണ്ട് തരം ഫെസിലിറ്റി ഉണ്ട്. ഒന്നൊരു ഡ്രൈവ് അപ്പ് ഫെസിലിറ്റി ആണ്, മേ ബി ഐ ഡോണ്ട് നോ, ഇറ്റ്സ് എ ബാങ്ക് ടേം. അപ്പോൾ ഡ്രൈവ് ഫെസിലിറ്റി മേ ബി ഒരു മൊബൈൽ ബാങ്കിങ് പോലെ, അങ്ങനെ എന്തെങ്കിലും, മൊബൈൽ മീൻസ് വെഹിക്കിളിൽ പോയിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതും ഉണ്ട്. എന്തുകൊണ്ട് അതേ ബാങ്കിന് തന്നെ എന്തുണ്ട്, സെയിം ബാങ്കിന് തന്നെ ഒരു വാക്കപ്പ് വിൻഡോയും ഉണ്ട്, മേ ബി ഒരു ഓഫീസ് സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നമ്മൾ ഓൺ എ റാൻഡംലി സെലക്റ്റഡ് ഡേ, ഒരു റാൻഡംലി സെലക്റ്റഡ് ഡേയിൽ വർക്കിംഗ് അവേഴ്സ് സേ ഒരു 8 hours ആണ് വർക്കിംഗ് ടൈം എന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഇസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ടൈം ദാറ്റ് ദി ഡ്രൈവ് അപ്പ് ഫെസിലിറ്റി ഈസ് ഇൻ യൂസ്. ആ ഡ്രൈവ് അപ്പ് ഫെസിലിറ്റി യൂസ് ചെയ്യപ്പെടുന്ന സമയമാണ് എന്ത്, എക്സ് എന്ന് പറയുന്നത്. അതായത് ഡ്രൈവ് ഫെസിലിറ്റി യൂസ് ചെയ്യപ്പെടുന്ന പ്രൊപ്പോർഷൻ ഓഫ് ടൈമാണ്. അതായത് 8 hours ചിലപ്പോൾ ഒരു 4 hours എന്താവുന്നുണ്ടാവുള്ളൂ, ആ ഡ്രൈവ് ഫെസിലിറ്റി ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ 4/8 ആണ് വരിക. ഓക്കെ, ചിലപ്പോൾ അത് 4.5/8 ആയിരിക്കാം, വി ഡോണ്ട് നോ. ഓക്കെ, ചിലപ്പോൾ അത് 4.55/8 ആയിരിക്കാം. സോ ഇറ്റ് ക്യാൻ റൺ ഓവർ ഇൻഫിനിറ്റ്ലി മെനി, അൺകൗണ്ടബിളി മെനി വാല്യൂസിൽ അതിന് റൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അല്ല, മിനിമം 0 ടൈം യൂസ്, പ്രൊപ്പോർഷൻ 0 ആയിരിക്കുമല്ലോ. 0 ടൈമാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ 0/8 ആയിരിക്കും. ഇനി ഒരു 0.5 hours മാത്രമേ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ 0.5/8 ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഡിനോമിനേറ്റർ ആയിരിക്കും വലുത്. അതുകൊണ്ട് ടോട്ടൽ ക്വാണ്ടിറ്റി 1നേക്കാൾ ചെറുതായിരിക്കും, 0യേക്കാൾ വലുതായിരിക്കും. അതുകൊണ്ടാണ് എക്സിൻ്റെ വാല്യൂ 0യുടെയും 1ൻ്റെയും ഇടയ്ക്കാണെന്ന് പറഞ്ഞത്. ഇതേപോലെ വാക്കപ്പ് വിൻഡോയിലും ഇതേപോലെ എന്ത് വരും, 8 hours കുറേ സമയത്ത് കസ്റ്റമേഴ്സ് എൻഗേജ്ഡ് ആയിരിക്കും. ആ എൻഗേജ്ഡ് ആയിരിക്കുന്ന ആ ടൈം പ്രൊപ്പോർഷൻ, അതായത് 4.5 hours എൻഗേജ്ഡ് ആണെങ്കിൽ 4.5 hours/8 hours, ഇതാണ് എന്തായിട്ട് വരുന്നത്, വൈയുടെ വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ വാല്യൂ എന്തായിരിക്കും, ഈ ടോട്ടൽ 8 hours 9 hours ഇത് വരാൻ പറ്റില്ലല്ലോ, വാക്കപ്പ് വിൻഡോ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലെസ് ദാൻ 8 ആയിരിക്കും ന്യൂമറേറ്ററിൽ വരിക. അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി, y വിൽ ബി ടേക്കിംഗ് വാല്യൂസ് ഫ്രം 0 to 1. ഇനി എന്ത് തന്നിട്ടുണ്ട്, നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ ഇമ്മീറ്റീരിയൽ ആണ്. വാട്ട് ഈസ് ഗിവൺ ഇസ്, ഇതിൻ്റെ ടോട്ടൽ റേഞ്ച് ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് 0 to 1 ആണ് തന്നിട്ടുണ്ട്, എക്സിൻ്റെയും വൈയുടെയും. എക്സ് ഏതോ ഒരു റാൻഡം വേരിയബിൾ ആണ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. വൈയും ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. ടൈമാണ്, ടൈം ഈസ് എ കണ്ടിന്യൂസ് തിങ്. സപ്പോസ് ജോയിന്റ് PDF ഈസ് ഗിവൺ ബൈ ദിസ്. അപ്പോൾ ജോയിന്റ് പ്രോബിലിറ്റി ഫംഗ്ഷൻ ഇങ്ങനെ തന്നിട്ടുണ്ട്. അതായത് എക്സ് 4ഉം y 5 വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് പ്രോബിലിറ്റി അല്ല, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6/5 × 4 + 5² ആണ് വരും. ഓക്കെ, ആ രീതിയിൽ എന്ത് തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. Now the question is to find probability that x and y are lying between 0 and 1/4. x and y are lying between 0 and 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും 0യുടെയും 1/4ൻ്റെ ഇടയ്ക്കായിരിക്കണം, വൈയും 0യുടെയും 1/4ൻ്റെ ഇടയ്ക്കായിരിക്കണം. നമ്മുടെ ഡെഫിനിഷൻ നോക്കൂ. നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രോബിലിറ്റി ഓഫ് എക്സ് കോമ വൈ ലൈങ് ഇൻ ആൻ ഇൻ്റർവൽ എ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ എന്നാണ്, അല്ലെ, ഇൻ്റഗ്രൽ ഓവർ എ എഫ് ഓഫ് എക്സ് വൈ dx dy ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതുകൂടാതെ ഒരു ഇൻ്റർവൽ ആണെന്നുണ്ടെങ്കിൽ, രണ്ടും എക്സും ഒരു ഇൻ്റർവെല്ലും വൈയും ഒരു ഇൻ്റർവെല്ലായിട്ട് സെപ്പറേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രോബബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 അറ്റ് ദ സെയിം ടൈം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 തന്നാൽ ഇസ് ഗോയിങ് ടു ബി ഇൻ്റഗ്രൽ. എക്സിൻ്റെ ലിമിറ്റ് 0 to 1/4 ആണ്, 0 to 1/4. വൈയുടെ ലിമിറ്റും 0 to 1/4 ആണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം. ഓക്കെ, ദെൻ
എഫ് ഓഫ് എക്സ് വൈ എഴുതി. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇതാണ്. ഡി എക്സ് ഡി വൈ ഡി എക്സ് ഡി വൈ എന്ന് എഴുതി കഴിഞ്ഞാൽ ആദ്യം എക്സിൻ്റെ ലിമിറ്റ് ആയിരിക്കണം എഴുതുന്നത്, പിന്നെ ആയിരിക്കണം ഇത് എക്സിൻ്റെ ലിമിറ്റ് ആയിരിക്കണം, ആൻഡ് ദിസ് മസ്റ്റ് ബി ദ ലിമിറ്റ് ഓഫ് വൈ. ഓക്കെ, സോ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡബിൾ ഇൻ്റഗ്രൽ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബബിലിറ്റി കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 6/5 ഇൻറ്റു നമുക്ക് 1/1 ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, അപ്പോൾ വൈ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. വൈ ഈസ് കെപ്റ്റ് ആസ് ഇറ്റ് ഈസ് 0 to 1/4. വൈയുടെ ലിമിറ്റ് അങ്ങനെ തന്നെ വെച്ചു. എക്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. എക്സ് പ്ലസ് വൈ സ്ക്വയറിനെ എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x²/2 പ്ലസ് വൈ സ്ക്വയർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y² ഇൻറ്റു എക്സ് എന്നല്ലേ കിട്ടുക. എക്സ് 0 to 1/4 വരും. 0 to 1/4. Now this has to be integrated with respect to y. Okay, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6/5 ഇൻറ്റു 1/4 കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 to 1/4. വൈയുടെ ലിമിറ്റ് ചെയ്തിട്ടില്ല, എക്സിൻ്റെ ഇൻ്റഗ്രലാണ് ചെയ്തിരിക്കുന്നത്. എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ 1/4 കൊടുത്തു കഴിഞ്ഞാൽ 1/16 ഇൻറ്റു 2 അല്ലെ 32 വരും, പ്ലസ് y² x അല്ലേ, അപ്പോൾ y² ഇൻറ്റു എന്ത് വരും 1/4 വരും. ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യണം. പിന്നെ വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഗോയിങ് ടു ഗിവ് യു 6/5 ഇൻറ്റു 1/32. y എടുക്കുമ്പോൾ 1/32 ഇൻ്റഗ്രൽ 1 dy അല്ലേ വരും, അപ്പോൾ ഇവിടെ y വരും. ഇറ്റ് ഹാസ് ടു ബി ഇവാലുവേറ്റഡ് ഫ്രം 0 to 1/4 പ്ലസ് ഇത് അഗെയിൻ 1/4 ഇൻറ്റു വൈയുടെ ഇൻ്റഗ്രൽ y²/2 വരും. ഇൻ്റഗ്രേറ്റ് ഫ്രം 0 to 1/4 ഇവാലുവേറ്റ് ഫ്രം 0 to 1/4 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 0.0109 കിട്ടും. അപ്പോൾ ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇതിൻ്റെ ആവശ്യമില്ല, ഒറ്റയടിക്ക് തന്നെ ചെയ്യാം. ചെയ്താൽ ആൻസർ എക്സാക്ട്ലി സെയിം കിട്ടും. അപ്പോൾ ഇത് സ്റ്റെപ്പ് എല്ലാം എഴുതിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്തതാണ്. ഞാനിത് ഡയറക്റ്റ്ലി ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഇവാലുവേറ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 0.0109. Okay, next let us see the problem. Probability of 0 less than or equal to x less than or equal to x comma y less than or equal to 1 comma there is another condition. x ഉം y യുടെയും വാല്യൂ എന്താണെന്നാണ് പറയുന്നത്. അത് 0യുടെയും 1ൻ്റെയും ഇടയ്ക്കായിരിക്കണം. അത് കൂടാതെ എന്തായിരിക്കണം, എക്സ് പ്ലസ് വൈയുടെ വാല്യൂ ലെസ് ദാൻ ഇക്വൽ ടു 0.5 ആയിരിക്കണം. അങ്ങനെ രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. So what we need is probability of 0 less than or equal to x less than x comma y less than or equal to 1 and at the same time x plus comma ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ശേഷം ഇതിൻ്റെ കൂടെയുള്ള കണ്ടീഷനാണ് ഇത് ഷുഡ് ബി ലെസ് ദാൻ or equal to 0.5 ആവണം. ഓക്കെ, ഈ പ്രോബിലിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഈ പ്രോബിലിറ്റി വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കണം, എക്സിൻ്റെ വാല്യൂ 0യുടെയും 1ൻ്റെയും ഇടയ്ക്കായിരിക്കണം. അപ്പോൾ ലെറ്റ് us draw 0 and 1. 0 is this, 1 is this. 1 ഞാൻ ഇവിടെ വൈയുടെ വാല്യൂ ഇത് എക്സിൻ്റെ റേഞ്ച് ആയിട്ടാണ് എടുക്കുക, ഇത് വൈയുടെ വാല്യൂ ആയിട്ടാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ എക്സിൻ്റെയും വൈയുടെ വാല്യൂ 0യുടെയും 1ൻ്റെയും ഇടയ്ക്കായിരിക്കണം എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ തൊട്ടിട്ട് ഇതുവരെ എവിടെ വേണമെങ്കിലും വരാം. വൈയുടെ വാല്യൂ അതേപോലെ ഈ വാല്യൂ തൊട്ടിട്ട് ഈ ഇതിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ ഈ ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് ഇതിൻ്റെ ഉള്ളിലായിരിക്കണം, ഈ റെക്ടാങ്കിളിൻ്റെ ഉള്ളിലായിരിക്കണം എന്നാണ് പറയുന്നത് ഈ കണ്ടീഷൻ. അത് കൂടാതെ എന്തും കൂടെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്, എക്സ് പ്ലസ് വൈ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ റീജിയൻ നോക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുന്ന റീജിയനാണ് വേണ്ടത്. ഇത് വരുന്ന റീജിയൻ എന്ന് പറയുന്നത് ഈ റെക്ടാങ്കുലർ റീജിയൻ ആണ്. ഈ സെക്കൻഡ് കണ്ടീഷൻ വരുന്ന റീജിയൻ എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0.5 എന്താണെന്ന് അറിയണം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0.5 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലൈൻ അല്ലേ, ലൈൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ എക്സിന് 0.5 കൊടുത്തു കഴിഞ്ഞാൽ വൈക്ക് 0 വരും, അതേപോലെ വൈക്ക് 0.5 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് 0 വരും. അപ്പോൾ 0.5, 0 എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ കൂടെ പാസ് ചെയ്യും. 0.5, 0 കൂടെ പാസ് ചെയ്യും, കാരണം 0.5 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 0.5 ആണ്. അതേപോലെ ഇതും എന്ത് വരും, 0,0.5 കൂടെ പാസ് ചെയ്യും. 0,0.5 കൂടെ പാസ് ചെയ്യും. അപ്പോൾ ഇതൊരു ലൈൻ്റെ ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസ് എല്ലാം ലൈനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി ലൈക്ക് ദിസ്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ 0.5, ഇപ്പോൾ ഇവിടേക്കുള്ള വാല്യൂ നോക്കൂ, ഇത് 1,1 അല്ലേ. 1,1 ഈ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. 1 + 1 എടുക്കുമ്പോൾ എന്താവും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 ആണോ? അല്ലല്ലോ. അപ്പം ഈ സൈഡ് അല്ല വേണ്ടത്. വി ഡോണ്ട് നീഡ് ദിസ് സൈഡ്, വാട്ട് വി നീഡ് ഇസ് ദിസ് സൈഡ് അല്ലേ. 0, 0 എടുക്കുമ്പോൾ നോക്കൂ, 0 + 0 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5. അതേപോലെ ഇവിടെ ഇൻ ബിറ്റ്വീൻ ഇവിടെയുള്ള ഏത് വാല്യൂ എടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും, 0.5നേക്കാൾ ചെറുതാണ് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0.5 എന്ന് പറഞ്ഞ ലൈൻ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ടോട്ടൽ പ്ലെയിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.5ഉം എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5ഉം വരും. നമ്മൾ ഏത് പാർട്ടാണ് എടുക്കേണ്ടത്, എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 എന്ന് പറഞ്ഞ പാർട്ടാണ് എടുക്കേണ്ടത്. സോ ഐ എം ഗോയിങ് ടു ഷെയ്ഡ് ദിസ് റീജിയൻ. സോ ഇതാണ് റീജിയൻ വരിക. ഓക്കെ, സോ ഈ റീജിയൻ്റെ
ഈ റീജിയനാണ് നമുക്ക് എ ആയിട്ട് എടുക്കേണ്ടത്. ഇനി ഇവിടെ ഇങ്ങോട്ട് എടുക്കാതിരിക്കാൻ കാരണം ആക്ച്വലി എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഈക്വൽ 0.5 എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ റീജിയൻ വരും, ഇത് മുഴുവൻ വരും അല്ലേ. പക്ഷേ നമുക്ക് തന്നിട്ടുണ്ട് എന്താ, എക്സിൻ്റെയും വൈയുടെ വാല്യൂ 0യുടെയും 1ൻ്റെയും അടയ്ക്കാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ റെക്ടാങ്കിളിനുള്ളിലേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് യു ഷുഡ് നോട്ട് ടേക്ക് ദീസ് വാല്യൂസ്. ഇതൊന്നും എടുക്കാൻ പാടില്ല, ഇവിടെ ഉള്ളൊരു പോയിന്റ് ഒന്നും എടുക്കാൻ പാടില്ല. ആകെ ഈ റെക്ടാങ്കിളിനുള്ളിൽ മാത്രം ലിമിറ്റഡ് ആയിരിക്കണം. ഓക്കെ, so that's why I have shaded only the rectangular region. So this is going to be, by our definition, this is going to be double integral over the region A, where A is this region. ഇതാണ് A എന്ന് പറഞ്ഞ region, ഈ region. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ആണ് വേണ്ടത്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 6/5 എക്സ് പ്ലസ് വൈ സ്ക്വയർ ആണ്. 6/5 എക്സ് പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ എന്നാണ് വരിക, ഡി എക്സ് ഡി വൈ എന്ന് വരും. ഓക്കെ, സോ നമുക്ക് ഈ ഫംഗ്ഷനെ, ഈ 2 വേരിയബിൾ ഫംഗ്ഷനെ ഓവർ ദ റീജിയൻ എ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. വേർ എ ഇസ് ദിസ് ട്രയാങ്കുലർ റീജിയൻ. ഓക്കെ, ഈ ട്രയാങ്കുലർ റീജിയൻ നമ്മൾ എങ്ങനെയാണ് കവർ ചെയ്യാറ്, അല്ലെങ്കിൽ ഈ റീജിയൻ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും അല്ലേ. ഇത് ഒന്ന് എക്സിൻ്റെ ലിമിറ്റ്, ഒന്നിൻ്റെ വൈഡിലെ ലിമിറ്റ് ആയിട്ട് കൊടുക്കും. അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കും, ഒരു ജനറൽ വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കും, ലൈക്ക് ദിസ്. എന്നിട്ട് ആ വെർട്ടിക്കൽ സ്ട്രിപ്പിന് എന്ത് ചെയ്യും, വെർട്ടിക്കൽ സ്ട്രിപ്പിൻ്റെ ലോവർ എൻഡും അപ്പർ എൻഡും നോട്ട് ചെയ്യും. അത് വൈ വാല്യൂ തരും. വൈ ഈക്വൽ ടു, ഈ ലൈൻ വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈനാണ്, എക്സ് ആക്സിസ് ആയതുകൊണ്ട്. ആൻഡ് ഈ അപ്പർ എൻഡ് പോയിന്റ് ഓഫ് ദ വെർട്ടിക്കൽ സ്ട്രിപ്പ് എവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, ഈ സ്ട്രേറ്റ് ലൈൻ്റെ മുകളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0.5 ആണ്. അപ്പോൾ ഇവിടുത്തെ വൈ വാല്യൂ എന്തായിരിക്കും, ഈ ലൈനിലെ വൈ വാല്യൂ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു 0.5 മൈനസ് എക്സ് ആണ് വരിക. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ സ്ട്രിപ്പ് എടുക്കുമ്പോൾ വൈയുടെ വാല്യൂ മാറും. അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് എപ്പോഴും എന്തിൻ്റെ മുകളിലായിരിക്കും, എക്സ് ആക്സിൻ്റെ മുകളിലാണ്. അപ്പോൾ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എപ്പോഴും ദിസ് വിൽ ബി ഓൾവേസ് വൈ ഈക്വൽ ടു 0 ആൻഡ് അപ്പർ ലിമിറ്റ് ഇസ് ഗോയിങ് ടു ബി, ഇത് ഈ സ്ട്രേറ്റ് ലൈൻ്റെ മുകളിലാണ്. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ്റെ ഹൈറ്റ് അതിനനുസരിച്ച് അഡ്ജസ്റ്റഡ് ആവണം അല്ലേ. ഇവിടെ ചെറിയ ഹൈറ്റേ വരാൻ പാടുള്ളൂ, അതിങ്ങനെ വരുന്നതനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. എക്സിൻ്റെ വാല്യൂ 0 തൊട്ട് 1 വരെ എടുക്കുന്നതനുസരിച്ച് വൈയുടെ വാല്യൂ ഓട്ടോമാറ്റിക്കലി മാറിക്കൊണ്ടിരിക്കണം. അതിൻ്റെ വൈയുടെ അപ്പർ എൻഡ് എന്ന് പറയുന്നത് ഈ ലൈൻ്റെ മുകളിലായിരിക്കണം. വൈ ഈക്വൽ ടു 0.5 മൈനസ് എക്സ് ആയിരിക്കണം. സോ ദിസ് ഷുഡ് ബി വൈ ഈക്വൽ ടു 0.5 മൈനസ് എക്സ് ആയിരിക്കണം. ഇനി ഇങ്ങനെയുള്ള സ്ട്രിപ്സ് ഈ ടോട്ടൽ റീജിയനിൽ നമ്മൾ കവർ ചെയ്യിക്കണം. അപ്പോൾ നമ്മുടെ എക്സ് വാല്യൂ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം, ആദ്യത്തെ സ്ട്രിപ്പ് എന്തായിരിക്കണം, അവസാനത്തെ സ്ട്രിപ്പ് ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ ഈ പോയിന്റിന്റെ ഈ എക്സ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 ആണ്. ആൻഡ് ഇവിടുത്തെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഈക്വൽ ടു 0.5 ആണ്. അപ്പോൾ ദിസ് ഹാസ് ടു ബി ഫ്രം എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 0.5. ഓക്കെ, സോ ദാറ്റ്സ് നമ്മൾ 2 വേരിയബിൾ ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രേഷൻ, മൾട്ടിപ്പിൾ ഇൻറ്റഗ്രൽസ് പഠിച്ചപ്പോൾ പഠിച്ചൊരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ ഡി എക്സ് ഡി വൈ ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. That we can do in this way. That is, അപ്പോൾ നമ്മളിവിടെ ആദ്യം വൈഡ് ലിമിറ്റ് ആണല്ലോ എഴുതിയത്. വെർട്ടിക്കൽ സ്ട്രിപ്പ് ആണ് എടുക്കുന്നതെങ്കിൽ ആദ്യം വൈഡ് ലിമിറ്റ് ആണ് എഴുതേണ്ടത്. ഡി വൈ ആണ് ആദ്യം എടുക്കേണ്ടത്, ദെൻ ആണ് ഡി എക്സ് എടുക്കേണ്ടത്. വൈഡ് ലിമിറ്റ് ലാസ്റ്റ് എടുക്കുന്ന എപ്പോഴും കോൺസ്റ്റന്റ് ലിമിറ്റ് ആയിരിക്കണം. ഇത് വേരിയബിൾ ലിമിറ്റ് ആയതുകൊണ്ട് ആദ്യം വൈ ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, പിന്നെയാണ് എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. തിരിച്ചും ചെയ്യാം, സ്ട്രിപ്പ് ഇങ്ങനെ എടുക്കണമെന്ന് മാത്രം, ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻറ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 ടു 0.5, പിന്നെ നമ്മൾ വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അവിടെ 6/5 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ എക്സ് ഇൻറ്റു വൈ വരും. എക്സ് ഇസ് എ കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു വൈ, അപ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രൽ വരെ എക്സ് ഇൻറ്റു വൈ എന്നാണ്. പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഇസ് വൈ ക്യൂബ് ബൈ 3. ദിസ് ഹസ് ടു ബി ഇവാലുവേറ്റഡ് ഫ്രം 0 ടു 0.5 മൈനസ് 6 വരും. ഓക്കെ, എന്നിട്ട് ആ കിട്ടുന്ന എക്സ്പ്രഷനെ എന്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എക്സ് 0 ടു 0.5 ചെയ്ത് കൊടുക്കണം. ഓക്കെ, so I'll not be doing this completely, but I'll just write how to find it. Integral 0 to 0.5. ഈ വൈഡ് ലിമിറ്റ് ആണ് കൊടുക്കുന്നത് അല്ലെ. വൈഡ് ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ എല്ലാം വാനിഷ് ആയി പോകും. അപ്പോൾ അപ്പർ ലിമിറ്റ് മാത്രമേ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എക്സ് ഇൻറ്റു 0.5 മൈനസ് എക്സ് ആണ് ആദ്യത്തെ വാല്യൂ. ഈ വൈക്ക് ഞാൻ അപ്പർ ലിമിറ്റ് കൊടുത്തു. അപ്പോൾ എക്സ് ഇൻറ്റു 0.5 മൈനസ് എക്സ് പ്ലസ് വൈ ക്യൂബ് എന്ന് പറയുന്നത് 0.5 മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3. ഈ കിട്ടുന്ന എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് എക്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. നമുക്ക് എ മൈനസ് ബി ഹോൾ ക്യൂബ് ഒക്കെ വെച്ചിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ചെയ്തത് ഒരു പോളിനോമിയൽ ആയിരിക്കും. ദിസ് ജസ്റ്റ് എ പോളിനോമിയൽ ഇൻ എക്സ്. എക്സ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, കാരണം വൈയുടെ വാല്യൂ നമ്മൾ ലിമിറ്റ് കൊടുത്തിട്ട് ഒഴിവാക്കും. വൈയുടെ ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് എക്സിൻ്റെ ടേംസിൽ കൊടുത്തു, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കും. ഈ കിട്ടുന്ന എക്സ്പ്രഷനെ നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് 6/5 ഇൻറ്റു ഇതൊരു പോളിനോമിയൽ ആയിരിക്കും ഞാൻ പറഞ്ഞു, അതിൻ്റെ ഇൻറ്റഗ്രൽ ഇവിടെ എഴുതാം. എന്നിട്ട് 0യും 0.5 കൊടുത്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. So you get the answer. 6/5 into this integral will be the answer.
അതായിരിക്കും ഈ പ്രോബിലിറ്റി ആയിട്ട് വരിക.